സല്യൂട്ട് സഹയാത്രികരെ, എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഈ ചാനലിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങിയതിന് ശേഷമുള്ള മൂന്നാമത്തെ ഓണമാണ് മറ്റന്നാൾ വരുന്നത്. ഇതിനു മുമ്പ് ഉള്ള ഓണത്തിൻ്റെ അടുത്തുള്ള സമയത്ത് ഞാൻ ചില വീഡിയോസ് ഇറക്കിയെങ്കിലും 2021 ഓണം ആർക്കും ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ട് ഓണത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നില്ല. പക്ഷെ 2022 ഞാൻ ഇതുപോലെ ഒരു സെറ്റ് സാരിയൊക്കെ ഉടുത്തുകൊണ്ട് വന്നിരുന്ന് ഓണത്തെക്കുറിച്ച് 2 വാക്ക് സംസാരിച്ചു. പക്ഷേ സംഭവ കഥ വിവരിച്ചത് വേറൊരു കാര്യത്തെക്കുറിച്ചായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ പൂർണ്ണമായും ഓണത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് കരുതുന്നു. എൻ്റെ ബാല്യകാലത്തെ ഓർമ്മകൾ, ഓണത്തിനെക്കുറിച്ചുള്ളതും മറ്റ് ഉത്സവങ്ങളെക്കുറിച്ചുള്ളതും പോലീസിൽ കയറിയതിന് ശേഷമുള്ള എൻ്റെ ഓണം, രണ്ടും കൂടെയുള്ള ഒരു താരതമ്യ പഠനം നടത്താമെന്ന് ചിന്തിക്കുന്നു. കുട്ടിക്കാലത്തെ സ്മരണകൾക്ക് എപ്പോഴും അതിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേക ചാരുത ഉണ്ടാവുക സ്വാഭാവികമാണല്ലോ. ഓണം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു ഉത്സവമാണ്. കേരളത്തിൽ മാത്രമല്ല, എവിടെ മലയാളി ഉണ്ടോ അവിടെയൊക്കെ ഓണം ആഘോഷിക്കും. മലയാളി ആകണ്ട, മറ്റേത് സംസ്ഥാനത്തിലുള്ള ആൾക്കാരാണെങ്കിലും ഓണം എന്ന് പറയുന്നത് അവർക്കൊരു പ്രത്യേക ഒരു വികാരം ഉണർത്തുന്ന കാര്യമാണ്. ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ് ഓണത്തിന് സദ്യ ഉണ്ണുക എന്ന് പറയുന്നത്. കാണം വിറ്റും ഓണം ഉണ്ണണം എന്നൊക്കെയുള്ള പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടെങ്കിൽ പോലും എനിക്കിപ്പോഴും കാണം എന്താണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല. നമ്മൾ സാധാരണ ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒരു പദമല്ലാത്തത് കൊണ്ടും സാഹിത്യ ഭാഷയിൽ അത് വായിച്ചിട്ടില്ലാത്തത് കൊണ്ടും എനിക്ക് തോന്നുന്നു ഉള്ള സ്ഥലം ചെറുതാണെങ്കിലും അത് വിറ്റിട്ട് ഓണം ഉണ്ണണം എന്നാണ് പഴമക്കാർ പറഞ്ഞിരുന്നത് എന്ന്. ഇപ്പോൾ പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഫ്രീ ആയിട്ട് ഓണം സദ്യ കിറ്റായിട്ട് സർക്കാർ ഇപ്പോൾ കേരളത്തിൽ തന്നെ കൊടുക്കുന്നുണ്ട് പലർക്കും. ഓണത്തിൻ്റെ ആ ഉത്സവത്തിൽ ഒറ്റയ്ക്കിരുന്ന് വീട്ടിലെല്ലാവർക്കും വേണ്ടി സദ്യ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്ന ആയാസകരമായിട്ടുള്ള പ്രവൃത്തി ചെയ്യേണ്ട എന്ന് വിചാരിച്ച് എല്ലാവരും റെഡിമെയ്ഡ് ഓണ കിറ്റ് വാങ്ങിച്ച് സദ്യ ഉണ്ണുന്നവരാണ് ഇപ്പോഴത്തെ എല്ലാ ആൾക്കാരും. ഇവിടെയോ അങ്ങനെയൊക്കെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. കഴിഞ്ഞ ഓണത്തിന് ഞാൻ സെർവൻ്റ് വീട്ടിൽ പോകുന്നതിന് മുമ്പ് അവരെ കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ തേങ്ങ ചിരുകി വെപ്പിക്കുകയും ചില കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വെപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് അവർ പോയി കഴിഞ്ഞ ശേഷം ഞാൻ തന്നെ സ്വയമായിട്ട് ഓണസദ്യ ഉണ്ടാക്കി. ഭയങ്കര കഷ്ടപ്പാടായിരുന്നു, എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കണ്ടേ. അതുകൊണ്ട് ഇപ്രാവശ്യം അത് വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. കുട്ടിക്കാല ഓണത്തിൻ്റെ ഓർമ്മ മുമ്പിട്ട് നിൽക്കുന്ന കാര്യങ്ങളിൽ ഒന്ന്, ഞാനും ചേച്ചിമാരുമായിട്ട് ചേർന്ന് ചെയ്തിരുന്ന അത്തം തൊട്ടുള്ള ചെറിയ പൂക്കളങ്ങളായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ചെറിയ ചെടികളിൽ നിന്നും മറ്റ് അടുത്ത വീടുകളിലൊക്കെ പോയി അവിടെ നിന്ന് കളക്ട് ചെയ്യുന്ന പൂക്കളുമൊക്കെ എടുത്ത് ചെറിയ വട്ടം വരയ്ക്കും. ഈ കൈവെള്ളയുടെ അത്രയുള്ളൊരു വട്ടം വരച്ച് അതിനകത്ത് ചാണകം മെഴുകും. അമ്മൂമ്മയുടെ വീട്ടിൽ പശു ഉണ്ടായിരുന്നു, തൊട്ടടുത്ത തറവാട് വീട് അച്ഛൻ്റെ. അവിടുത്തെ പശുവിൻ്റെ ചാണകമൊക്കെ എടുത്ത് കൊണ്ടുവന്ന് മെഴുകും. ഇപ്പോൾ ചാണകം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മൈദമാവ് കലക്കി വരച്ചാലും മതി. കാരണം അല്ലാതെ പൂവിട്ട് കഴിഞ്ഞാൽ മുറ്റത്താണെങ്കിൽ പറന്നു പോവും. അന്ന് നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചാണകത്തിൽ വയ്ക്കുമ്പോൾ പൂ അവിടെ തന്നെ ഇരുന്നോളും വൈകുന്നേരം വരെ. എന്നിട്ട് നടുക്ക് ഞങ്ങളൊരു ചെറിയ ഓണത്തപ്പനെ ഉണ്ടാക്കി വയ്ക്കും. വാമനനാണ് വന്ന് മഹാബലി എന്ന അസുര രാജാവിനെ ചവിട്ടി ഭൂമിക്കടിയിലേക്ക് താഴ്ത്തിയത് എന്ന് പറയുന്നു. പക്ഷേ എന്നാലും നമ്മുടെ ഇവിടെ ആരും മഹാബലിക്ക് അമ്പലമൊന്നും വെച്ചിട്ടില്ലെങ്കിലും വാമനന് ഒരു അമ്പലമുണ്ട്. തൃക്കാക്കര അപ്പൻ എന്ന് പറയുന്നത് വാമനൻ്റെ ക്ഷേത്രമാണ്. വാമനനെയാണ് ഇപ്പോഴും പൂജിക്കുന്നത് പലരും. കേരളത്തിൽ മാത്രമാണ് ഓണം എന്ന് പറയുന്നത് മഹാബലി ചക്രവർത്തിയെ വരവേൽക്കാനുള്ള ഒരു വലിയ ഉത്സവമായിട്ട് നമ്മൾ കൊണ്ടാടുന്നത്. പക്ഷേ വിചിത്രം എന്ന് പറയട്ടെ, നമ്മൾ ഓണപ്പൂക്കളം 10 ദിവസത്തേക്കിട്ട് മഹാബലിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണല്ലോ. അപ്പോൾ അതിനകത്ത് ആ 10 ദിവസവും നമ്മൾ ഓണത്തപ്പനെ, അതായത് വാമനനെ പൂക്കളത്തിൻ്റെ നടുക്ക് വെച്ച് വാമനനെ കൊണ്ടാണ് മഹാബലിയെ ഇങ്ങോട്ടേക്ക് നമ്മൾ വീട്ടിൻ്റെ മുറ്റത്തേക്ക് ക്ഷണിക്കുന്നത്. ഓണത്തപ്പൻ എന്ന് പറയുന്ന വാമനൻ ആണ് 10 ദിവസവും മഹാബലിക്ക് വേണ്ടി ഒരുക്കങ്ങൾ നടത്തുന്നതെന്നുള്ളൊരു ധാരണ കുട്ടിക്കാലത്ത് മുതലുണ്ടായിരുന്നു. കൂടാതെ 10ാമത്തെ ദിവസം ഓണത്തിൻ്റെ അന്ന്, തിരുവോണത്തിൻ്റെ അന്ന് നമ്മൾ വലിയ പൂക്കളം ഇടും. കുറച്ചുകൂടെ വലിയ രീതിയിൽ വരച്ച് കുറേ കൂടെ പൂക്കൾ വാങ്ങി ഒക്കെ പലയിടത്തു നിന്ന് സംഘടിപ്പിച്ച് അതൊക്കെ വെച്ച് നല്ലതുപോലെ വലുതായിട്ടൊരു പൂക്കളം ഇട്ടിട്ട് വലിയ ഒരു ഓണത്തപ്പനെ നടുക്ക് വെച്ചിട്ട് അന്ന് മഹാബലി വരുന്നതല്ലേ സ്വീകരിക്കാനായിട്ട് രാവിലെ തൊട്ടേ അമ്മ പണി തുടങ്ങും. അടുക്കളയിൽ അടയുണ്ടാക്കും, അരി അടയുണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് ഇലയുടെ അകത്ത് പൊതിഞ്ഞ് അത് ഓണത്തപ്പന് വഴിപാടായിട്ട് നടത്തി അത് അതിനകത്ത് സമർപ്പിച്ച് പിന്നെ അതെടുത്തിട്ട് അതും കൂടെ ചേർത്തിട്ടാണ് ഞങ്ങൾ രാവിലത്തെ പ്രാതൽ കഴിക്കുന്നത്. ഓണത്തിൻ്റെ അന്ന് നടക്കുന്നത് വളരെ നല്ല കാര്യങ്ങളായിരുന്നു കുട്ടിക്കാലത്ത്. നമ്മൾ മുകളിലോട്ടൊന്ന് ആകാശത്ത് നോക്കിയാൽ വിവിധ വർണ്ണങ്ങളിലുള്ള പട്ടങ്ങൾ ഇങ്ങനെ പാറി നടക്കുന്നത് കാണാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒന്നും അങ്ങനെ കണ്ടിട്ടേ ഇല്ല ഞാൻ. പക്ഷേ എൻ്റെ കുട്ടിക്കാലത്ത് ഒരുപാട് പട്ടം പറത്തുന്ന ഒരു രീതി ഇവിടെ ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ വളരെ നന്നായിട്ട് പട്ടങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. അപ്പം അച്ഛൻ ഓണത്തിൻ്റെ കുറച്ച് നാൾ മുമ്പ് തന്നെ പോയി കടയിൽ നിന്ന് വളരെ നേർത്ത പേപ്പർ വാങ്ങിച്ചുകൊണ്ട് വരും. പല കളറിൽ കിട്ടും, വയലറ്റ് കളറ്,
വെള്ള, പച്ച, നീല കളറിലൊക്കെയുള്ള വലിയ പേപ്പറുകൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അത് കട്ട് ചെയ്ത് വലിയ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതിനകത്ത് അച്ഛൻ ഓലയുടെ ഈർക്കിലെടുത്ത് ഏതൊക്കെയോ രീതിയിൽ അത് കെട്ടി മിനുസപ്പെടുത്തി നന്നാക്കി ചുരണ്ടി വലിയ ജോലിയാണ്. അതിനകത്തൂടെ ഇങ്ങനെ നൂല് ഓട്ടിച്ചിട്ട് ഇങ്ങനെ വളച്ച് വെച്ചിട്ട് അങ്ങനെ എന്തോ ഒരു പ്രത്യേക രീതിയിലൊക്കെ വെച്ചിട്ടാണ് പട്ടത്തിന് ഒരു എല്ല് കൊടുക്കുന്നത്, നട്ടെല്ല് പോലൊരു സാധനം കൊടുക്കുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞ് പട്ടത്തിൻ്റെ ആ 2 വശത്തും ചെറിയ ചെറിയ അലുക്കുകൾ ഇടുകയും താഴെ വലിയ 3 വാലുകൾ ഇടുകയും അത് കളർഫുള്ളായിട്ട് ഇടുകയും ഒക്കെ ചെയ്യും. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഞാനന്ന് വളരെ ചെറുതായിരുന്നു, എനിക്ക് 8-10 വയസ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അച്ഛൻ്റെ അടുത്തിരുന്ന് ഇങ്ങനെ പഠിക്കാനായിട്ടത് നോക്കിയിട്ടുണ്ട്. അച്ഛനത് പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. അങ്ങനെ വളരെ നല്ല ഒരു കരവിരുത അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ ഈ ഓല കൊണ്ട് വളരെ നല്ല കാര്യങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. ഓലപ്പന്ത്, കാറ്റാടി, പാമ്പ്, വാച്ച്, കണ്ണട, പി പി ആണെങ്കിൽ നല്ല രീതിയിൽ ശബ്ദം ഉണ്ടാവും. നമ്മൾ ഊതിക്കഴിഞ്ഞാൽ ഫീന്ന് ശബ്ദം കേൾക്കുന്ന പോലെയുള്ള പി ഉണ്ടാക്കി തരും. പക്ഷേ ഇതൊന്നും എനിക്ക് പഠിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല. പഴയ കാലത്തെ ആൾക്കാരുടെ ഓരോ കരവിരുതാണല്ലോ. അപ്പോൾ ഇത്രയും നല്ല പട്ടം ഉണ്ടാക്കിയ ശേഷം ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച ശേഷം ടെറസിൽ പോകും. അച്ഛനിങ്ങനെ പട്ടം പറത്തും, ഞങ്ങൾ ഒരു വശത്തു നിന്ന് പിടിക്കും, കാറ്റ് വരുമ്പോൾ വിടുമെന്ന് പറഞ്ഞ് വിടുമ്പോൾ അച്ഛനിങ്ങനെ അത് നൂല് വെച്ചിട്ട് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അച്ഛന് ചെയ്യുന്ന ഒരു കാര്യം വെച്ചാൽ കുറേ ട്വൈൻ നൂല് വാങ്ങിയിട്ട് ഒരു കമ്പിനകത്ത്, കുറച്ച് വലിയ കമ്പിനകത്ത് അതിങ്ങനെ ചുട്ടി ഇങ്ങനെ ട്വൈൻ ഇങ്ങനെ ഒരു ബോൾ പോലെ ആക്കി വെച്ചിട്ട് അതിൻ്റെ ഒരു അറ്റത്താണ് കെട്ടുന്നത്. അപ്പോൾ അത് ഇളക്കി പറത്താനായിട്ട് എളുപ്പമാണ്. അങ്ങനെ പൊങ്ങി കഴിയുമ്പോൾ എന്തൊരു ഭംഗിയാണ് അത് കാണാനെന്ന്. അപ്പോൾ ഒരുപാട് പട്ടങ്ങൾ ചുറ്റും പറക്കുന്നുണ്ടെങ്കിലും ഈ ഒരു അച്ഛനുണ്ടാക്കിയ പട്ടത്തിനൊരു ഭയങ്കര പ്രത്യേക ഒരു ഗാംഭീര്യവും ഒരു ഭംഗിയും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം തല ഉയർത്തി നിന്ന് ഏറ്റവും ഉയർത്തി പറക്കുന്ന പോലെ ആ വലിപ്പമൊക്കെ കൊണ്ടിട്ട് ഭയങ്കര ഭംഗിയുള്ള ഒരു പട്ടമായിരുന്നത്. ഉച്ചയാകുമ്പോൾ ഇലയൊക്കെ ഇട്ട് സദ്യ വിളമ്പിയിട്ട് അമ്മ വന്ന് ഊണ് കഴിക്കാൻ വിളിക്കുമല്ലോ. അപ്പം അച്ഛൻ പറയും അത് ആരും പിടിക്കണ്ട, അതൊരു വളയമുണ്ടല്ലോ, അതിനകത്ത് നമുക്ക് കെട്ടിയിടാമെന്ന് പറഞ്ഞാൽ അച്ഛൻ അതിൻ്റെ ഒരു അറ്റം, നൂലിൻ്റെ അറ്റം ടെറസിൽ തന്നെയുള്ളൊരു വളയത്തിൽ കെട്ടിയിടും. ഞങ്ങളൊരു പൊട്ടിപ്പോവില്ലേ, ആരെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ പറയാം സാരമില്ല, പോകുന്നെങ്കിൽ പൊക്കോട്ടെ, വാ നമുക്ക് ഊണ് കഴിക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ താഴെ വന്ന് ഊണ് കഴിച്ച സദ്യയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഓടി മോളി പോകും ടെറസിൽ നോക്കാൻ പട്ടം ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടോ എന്ന്. അപ്പോഴും പട്ടം ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നുണ്ടാവും. അപ്പോൾ വൈകിട്ടൊക്കെ ആകുമ്പോഴായിരിക്കും അത് തിരിച്ച് എടുക്കുക. അപ്പോൾ ഒരു ദിവസം ഞങ്ങളിങ്ങനെ പട്ടം പറത്തിക്കൊണ്ടിരുന്നപ്പോൾ അത് പൊട്ടി, അത് താഴേക്ക് വീണു. ഞങ്ങൾ ടെറസിൽ കൂടെ വന്ന് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് കാണാം അത് പൊട്ടി ഇങ്ങനെ റോഡിൻ്റെ ഒരു സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോൾ അതിലെ കൂടെ നടന്ന കുറേ കുട്ടികളുടെ ഒരു ആൺകുട്ടി ഓടിച്ചെന്ന് അത് എടുത്തു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ പയ്യൻ ഇങ്ങനെ പട്ടം എടുത്ത് വെച്ച് കൈ വെച്ചിട്ട് ഞങ്ങളെ ഇങ്ങനെ പൊക്കി ടെറസിലോട്ട് നോക്കി. അവൻ്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്ന ഒരു വലിയ സന്തോഷവും ജിജ്ഞാസയും ഒക്കെ പെട്ടെന്ന് പട്ടം എൻ്റെ കയ്യിൽ നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയായിട്ട് മാറുന്നത് ഞങ്ങൾ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു സാരമില്ല പോട്ടെ, നമുക്ക് വേറെ ഉണ്ടാക്കാം, അവനത് എടുത്തോട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് അച്ഛൻ ഇങ്ങനെ അവൻ്റെ അടുത്ത് കൈ കാണിച്ചു എടുത്തോളാൻ. അപ്പോൾ അവൻ്റെ മുഖത്ത് വന്ന ആ ചിരി എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതൊക്കെ ഞങ്ങളുടെ കുട്ടിക്കാലത്തെ ഭയങ്കര നല്ല ഓർമ്മകളായിട്ട് നിൽക്കുന്നുണ്ട്. കുട്ടിക്കാലം മുതൽ എനിക്ക് പടക്കം ഒട്ടും ഇഷ്ടമില്ല. കാരണം ശബ്ദം ഭയങ്കര പടപടപടപടാ ശബ്ദം വരുന്ന ഈ പടക്കങ്ങളും, അതുപോലെ ഉത്സവ സമയത്തും ഒന്നും ഈ പടക്കം പൊട്ടിക്കുന്നത് ഇഷ്ടമില്ല. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പണ്ട് ഞാൻ നിരന്തരമായിട്ട് പൊങ്കാല ഇടാൻ പൊക്കോണ്ടിരുന്നപ്പോൾ എനിക്ക് ഏറ്റവും അലോസരമായിട്ട് തോന്നിയിരുന്ന കാര്യം ഈ ടപ്പേ എന്നുള്ള വെടിവെപ്പായിരുന്നു. അമ്പലങ്ങളിലും ഇതുപോലെയുള്ള സ്ഥലങ്ങളിലുമൊക്കെ എന്തിനാണ് ഈ വഴിപാട് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഭഗവാനും ദൈവത്തിനും ഒക്കെ ഇങ്ങനെ പേടിച്ചിരിക്കുന്നതാണോ ഇഷ്ടം? ഇടയ്ക്കിടയ്ക്ക് ടപ്പ് ഞെട്ടി. എൻ്റെ അനിയൻ പണ്ട് സ്കൂളിൽ പോകുന്ന വഴിക്ക് ഒരു ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ കൂടെ പോകുമ്പോൾ ഓരോ പ്രാവശ്യം അവിടെ എത്തുമ്പോഴും അവന് ഭയങ്കര പേടിയാണ്, എപ്പോഴാണ് പൊട്ടുന്നതെന്ന് അറിയില്ല. അപ്പോൾ സൈക്കിളിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടായിരിക്കും പോകുന്നത്. കാരണം സൈക്കിളിൽ കയറി പോയി കഴിഞ്ഞാൽ പെട്ടെന്നൊരു പടക്കം പൊട്ടിക്കഴിഞ്ഞാൽ അവൻ വീണ് പോകും. ചെറിയ പ്രായത്തിൽ അവൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് എനിക്കും ശബ്ദങ്ങളൊന്നും ഒട്ടും ഇഷ്ടമില്ല. നമുക്കൊക്കെ അറിയാമല്ലോ, ദീപാവലിക്ക് പൊട്ടിക്കുന്ന പടക്കങ്ങൾ എന്ന് പറയുന്നത് മൃഗങ്ങൾക്കും പക്ഷികൾക്കും ആർക്കും ഇഷ്ടമില്ല. പണ്ട് തൃശ്ശൂർ പൂരത്തിനൊക്കെ പോയിരിക്കുമ്പോൾ എന്താണ് ഈ തൃശ്ശൂർ പൂരത്തിലെ പടക്കമെന്ന് അറിയാൻ വേണ്ടി പോയി ഇരുന്നു എന്നല്ലാതെ ഒട്ടും എനിക്കിഷ്ടമുള്ള കാര്യമല്ല അവിടെ പോയി ശബ്ദം കേൾക്കുന്നത്. ദീപാവലിയുടെ ദിവസത്തിൻ്റെ അടുപ്പിച്ചാണ് 1977 എൻ്റെ അച്ഛൻ പെട്ടെന്ന് മരിച്ചു പോകുന്നത്. അതുകൊണ്ട് ദീപാവലി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലൊരു വല്ലാത്ത ഒരു വിരക്തിയാണ് തോന്നുന്നത്. വിഷു എന്ന് പറയുന്നത് കൈനീട്ടം കിട്ടുമല്ലോ, പൈസ. അപ്പോൾ അതുകൊണ്ട് വിഷു വലിയ ഇഷ്ടമായിരുന്നു. അത് കിട്ടിയിട്ട് പുസ്തകങ്ങൾ വാങ്ങാം എന്നൊക്കെയുള്ള ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ക്രിസ്മസ് പിന്നെ എൻ്റെ ഒഫീഷ്യൽ ബർത്ത്ഡേ ആണ്. അപ്പോൾ അത് ലോകം മുഴുവനും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ദിവസം ആയതുകൊണ്ട് എനിക്ക് ക്രിസ്മസ് പിന്നെ കുറച്ച് കളർഫുള്ളാണ്, നല്ല സന്ദേശമാണ് ക്രിസ്മസിൻ്റേത്. എല്ലാവരും സ്നേഹിക്കുക, സന്തോഷിക്കുക എന്നൊക്കെയുള്ള ഒരു ജോയ് ആണല്ലോ, വളരെ മെറി ആയിട്ടുള്ളൊരു മെറി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ് എന്നൊക്കെയല്ലേ വിഷ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് എനിക്കിഷ്ടമാണ്. പക്ഷേ ഓണം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും മലയാളികളുടെ ഒരു സ്വകാര്യ അഭിമാനമായിട്ട് നിലനിൽക്കണം. ഞാൻ IPS കിട്ടി പോലീസിലേക്ക് വന്നതിന് ശേഷം ഓണങ്ങൾക്കൊരു പ്രത്യേക നിറം വന്നു. അതായത് നമുക്കൊരിക്കലും ഓണം ആഘോഷിക്കാനായിട്ട് അങ്ങനെ കാര്യമായിട്ട് പറ്റാറില്ല.
ഓണം വരും പോകും. അങ്ങനെ 33.5 വർഷത്തെ ഓണം ജോലി തിരക്കിൻ്റെ ഒരു അവസ്ഥയായിരുന്നു. അത് നല്ലപോലെ ഓടി നടന്ന് ജോലി ചെയ്യും. പ്രത്യേകിച്ച് ലോ ആൻഡ് ഓർഡറിലൊക്കെ ജോലി ചെയ്യുമ്പോൾ SP ആയിട്ട് ജില്ലകളിൽ DIG ആയിട്ടും IG ആയിട്ടും ഒക്കെ റേഞ്ചിലും ഒക്കെ ജോലി ചെയ്യുമ്പോൾ ഓണത്തിൻ്റെ അന്നും അതിന് മുമ്പുള്ള ദിവസവും ഒക്കെ ഭയങ്കര തിരക്കായിരിക്കും. നമ്മൾ ഓടി നടന്ന് ചെക്കിങ്ങും അതുപോലെ പല കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ആളുകളെ വിന്യസിക്കുകയും പോലീസുകാരെ അവിടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ വയ്ക്കുകയും പിന്നെ ഓണത്തിൻ്റെ കുറേ പരിപാടികൾ കാണുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്യാനും ഒക്കെ നോക്കുന്ന സമയമാണ്. പിന്നെ ഓണത്തിൻ്റെ അടുപ്പിച്ച് ഞങ്ങൾ കോമ്പിങ് നടത്തും. കാരണം തിരുവോണം എന്ന് പറഞ്ഞിങ്ങനെ നോക്കിയിരിക്കുന്ന മലയാളികൾ മാത്രമല്ല, മറ്റു പല ആൾക്കാരും കൂടെ ഉണ്ട്. തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമം പോലെയുള്ള സ്ഥലങ്ങളിൽ ഇരിക്കുന്ന ചില കള്ളന്മാർ കേരളത്തിൽ ഓണം വരാൻ വേണ്ടി കാത്തു നിൽക്കും. കാരണം ഉത്സവ സീസൺ അവർക്ക് ഹാർവെസ്റ്റിംഗ് ടൈമാണ്. കേരളത്തിലോട്ടൊന്ന് വന്നു കഴിഞ്ഞാൽ അവർക്ക് എല്ലാവരും വീടൊക്കെ പൂട്ടിയിട്ടിട്ട് കുടുംബസമേതം നാട്ടിൽ പോവുമല്ലോ. ഈ തിരുവനന്തപുരത്തും അതുപോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ അവർ കുട്ടികൾക്ക് അവധിയാണ്, ഓഫീസ് അവധിയാണ്. 10 ദിവസത്തേക്കൊക്കെ അവധി കിട്ടുമ്പോൾ അവർ 5-6 ദിവസമെങ്കിലും വീട് പൂട്ടിയിട്ട് എവിടെയെങ്കിലും പോവും. ചിലപ്പോൾ വല്ല ക്ലാസ് യാത്രയ്ക്കും പോവും, തറവാട് വീടുകളിലേക്ക് ഓണം ഉണ്ണാൻ പോവും. അപ്പോൾ അങ്ങനെ വീട് പൂട്ടിയിട്ടിരിക്കുന്നതൊക്കെ അവരിങ്ങനെ നോക്കി നടന്ന് കണ്ടിട്ട് കൂട്ടമായിട്ട് വന്ന് കവർച്ച നടത്തുന്ന ഒരുപാട് സംഭവങ്ങൾ ഓണവുമായിട്ട് അനുബന്ധിച്ച് പണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലും ഈ CCTV ക്യാമറ സർവൈലൻസ് വന്നതുകൊണ്ടും പോലീസ് ഒരു സർക്കുലർ ഇറക്കിയായിരുന്നു. ആരെങ്കിലും എവിടെയെങ്കിലും വീട് പൂട്ടി ഒരു 2 ദിവസത്തിൽ കൂടുതൽ മാറി നിൽക്കുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണമെന്ന്. അപ്പോൾ അത് നല്ലതാണ്. എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ വീട് പൂട്ടിയിട്ടിട്ട് ആരും ഇല്ലാതെ പോവുകയാണെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു ഇമെയിലായിട്ട് അയച്ചാലും മതി, അല്ലെങ്കിൽ ഒരു കത്തെഴുതി അയച്ചു കൊടുത്താലും മതി. പോയി കൊടുക്കുന്നെങ്കിൽ അതിലും നല്ലത്. അവർ രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ നമ്പർ തരും. സമാധാനമായിട്ടിരിക്കുക. അഥവാ കള്ളൻ കയറിയാൽ തന്നെ പോലീസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. എന്തായാലും അവർക്ക് കള്ളനെ കണ്ടുപിടിച്ചേ പറ്റൂ. കാരണം നിങ്ങൾ പോലീസിനോട് പറഞ്ഞ് അവരെ ഏൽപ്പിച്ചിട്ടല്ലേ പോയത്. അപ്പോൾ അവർ സൂക്ഷിച്ചില്ലല്ലോ എന്നുള്ളൊരു ഉത്തരവാദിത്വം വരുമ്പോൾ എന്തായാലും വലിയ സമഗ്രമായ അന്വേഷണം നടത്തി കള്ളന്മാരെ പിടിച്ചിരിക്കും. ഓണത്തിനോടനുബന്ധിച്ച് പലരും ആഘോഷിക്കുന്നത് മദ്യം കുടിച്ചിട്ടും ലഹരിയിൽ ഇങ്ങനെ മുങ്ങി ആടിത്തിമിർത്തിട്ടുമൊക്കെയാണ്. അതിൽ ഞാൻ കുറ്റം പറയുന്നില്ല, ആയിക്കോളൂ. കാരണം പലർക്കും പല രീതിയിലുള്ള സെലിബ്രേഷൻ ആണല്ലോ. കൂടാതെ നമ്മുടെ ബെവറേജസ് കോർപ്പറേഷൻ ഏറ്റവും കൂടുതൽ ധനസഹായം നമ്മുടെ സർക്കാരിന് കൊടുക്കുന്ന ഒരു വകുപ്പായതുകൊണ്ട് അതിനെതിരെ ഞാൻ സംസാരിക്കുന്നില്ല. സേഫായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ്. ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോകുമ്പോഴോ വണ്ടി ഓടിക്കുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒത്തുകൂടുമ്പോൾ വെള്ളമുള്ള സ്ഥലമാണെങ്കിൽ സ്വിമ്മിംഗ് പൂളോ അല്ലെങ്കിൽ വെള്ളച്ചാട്ടമോ അരുവിയോ പുഴയോ അതിൻ്റെയൊക്കെ വശത്താണെങ്കിൽ, അല്ലെങ്കിൽ വലിയ ഗർത്തങ്ങളുള്ള അല്ലെങ്കിൽ വലിയ മലമുകളിൽ കൊടുമുടികളിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ അഡ്വഞ്ചർ ടൂറിസം എന്ന് പറഞ്ഞ് പോകാറുള്ളിടത്താണ് ചെല്ലുന്നത് എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള അമിത ലഹരി ഉപയോഗത്തിൽ നിങ്ങൾ കുറച്ച് സമാധാനമായിട്ട് ഇരിക്കുക. കാരണം അടുത്ത വർഷവും നമുക്ക് ഓണം ആഘോഷിക്കേണ്ടതല്ലേ. അതുകൊണ്ട് നമ്മുടെ ജീവൻ വളരെ വിലപ്പെട്ടതായതുകൊണ്ട് എല്ലാവരും വാഹനം ഓടിക്കുമ്പോഴും ഒക്കെ ഒന്ന് സൂക്ഷിച്ച് ആഘോഷിക്കുക. ഞാൻ പോലീസിൽ പ്രവേശിച്ചതിന് ശേഷം ഓണസമയത്ത് എനിക്കൊരിക്കലും വീട്ടിൽ നിന്ന് ഊണ് കഴിക്കേണ്ടി വന്നിട്ടില്ല. അതിൻ്റെ ആവശ്യമുണ്ടായിട്ടില്ല. പലപ്പോഴും പലരും ഒരുക്കുന്ന ഓണങ്ങളിൽ പങ്കെടുത്ത് ആ സദ്യ ഉണ്ണുകയാണ് ചെയ്തിരുന്നത്. ജോലി ചെയ്തിരുന്ന എല്ലാ ഓഫീസുകളിലും ഒരു ഓണ സെലിബ്രേഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ആ ഒരു ദിവസം പൂക്കളമിട്ട് ആഘോഷിച്ച് പാട്ടൊക്കെ പാടി സദ്യയൊക്കെ ഉണ്ട് പിരിയും. അത് അത്തത്തിൻ്റെ സമയത്ത് തൊട്ട് തുടങ്ങും. നമ്മളൊരു ഓഫീസിൻ്റെ ചുമതലയിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ 2-3 ജില്ലകളിൽ വ്യാപിച്ച് കിടക്കുന്ന ഓഫീസാണെങ്കിൽ എല്ലായിടത്തും ഓണസദ്യ ഉണ്ടാവും. എല്ലാവരും വിളിക്കും. എറണാകുളത്തൊക്കെ ജോലി ചെയ്തിരുന്ന സമയത്ത് ഏകദേശം 8 വിവിധ ഓണസദ്യകൾ ഞാൻ ഓണ സീസണോടനുബന്ധിച്ച് സദ്യകൾ ഉണ്ടിട്ടുണ്ട്. ചിങ്ങമാസം കല്യാണത്തിൻ്റെ മാസവും കൂടെ ആണല്ലോ. അപ്പോൾ ഓണം മാത്രമല്ല, വിവിധ കല്യാണങ്ങൾക്ക് ക്ഷണിക്കുമ്പോൾ അവിടെ പോകുമ്പോൾ ഊണ് കഴിക്കാതെ പോയാൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. അയ്യോ ഊണ് കഴിക്കാതെ പോവല്ലേ, സദ്യ ഉണ്ടിട്ടേ പോകാമുള്ളൂ എന്ന് നിർബന്ധിച്ച് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി ഇരുത്തി ഊണ് കഴിപ്പിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടൊരു മതിയാവും നമുക്ക്. സദ്യ എന്ന് പറയുന്നത് മടുക്കുന്ന അവസരങ്ങളായിരുന്നു എന്ന് തോന്നുന്നു ഔദ്യോഗികമായിട്ടിരുന്നപ്പോൾ. പിന്നെ റിട്ടയർ ചെയ്തപ്പോൾ വീണ്ടും സദ്യയോട് കൊതി വന്ന് തുടങ്ങി. ഔദ്യോഗികമായി നല്ല പദവിയിലിരിക്കുന്ന പോസ്റ്റുകളിലാവുമ്പോൾ ഒരുപാട് ഉപഹാരങ്ങൾ ഓണത്തിൻ്റെ സമയത്ത് നമുക്ക് കിട്ടും. ഇപ്പോഴും ചെറുതായിട്ടൊക്കെ കിട്ടുമെങ്കിലും ആ സമയത്ത് നമ്മുടെ വീട് മുഴുവൻ ഇങ്ങനെ ഉപഹാരങ്ങൾ കൊണ്ടും ഗിഫ്റ്റ് കൊണ്ടും ഒക്കെ നിറയും. കായ വറുത്തത്, ശർക്കര വരട്ടി, പലതരത്തിലുള്ള പലഹാരങ്ങൾ, ഓണത്തിൻ്റെ സ്പെഷ്യൽ ഗിഫ്റ്റുകൾ, ചെറിയ ചെറിയ വിളക്കുകൾ, കശുവണ്ടി പാക്കറ്റുകൾ, അങ്ങനെയുള്ള പല സാധനങ്ങൾ. എനിക്ക് ഓണക്കോടി തന്നെ എനിക്ക് തോന്നുന്നു ഒരു വർഷം ഒരു 4-5 എണ്ണമൊക്കെ കിട്ടിയ അവസരം ഉണ്ടായിട്ടുണ്ട്. പല പരിപാടികളും പങ്കെടുക്കാൻ പോകുമല്ലോ. ഓണത്തിൻ്റെ അന്ന് അവർ വിളിക്കും. സ്കൂളുകൾ, കോളേജുകൾ ചിലപ്പോൾ ഓണ പരിപാടി നടത്തുന്നിടത്ത് നമ്മളെ വിളിക്കും. ചില റെസിഡൻസ് അസോസിയേഷൻ്റെ ആൾക്കാർ വിളിക്കും. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ അവർ സംസാരിച്ച ശേഷം അവരൊരു പൊതി തന്നാൽ നമുക്ക് വേണ്ടാന്ന് തള്ളിയിട്ടിട്ട് പോയാൽ അവർക്ക് വളരെ അപമാനമായിട്ട് തോന്നും. അതുകൊണ്ട് താങ്ക് യു എന്ന് പറഞ്ഞ് തൊഴുതിട്ട് വാങ്ങാറുണ്ട്. കാരണം എനിക്കറിയാം അതിനകത്തൊരു സെറ്റ് മുണ്ടായിരിക്കും ഉള്ളത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വാങ്ങിക്കൊണ്ട് വീട്ടിൽ കൊണ്ട് വരുമ്പോൾ കുറേ ഉണ്ട്. അപ്പോൾ ഞാനതിൻ്റെ ചേച്ചിമാർക്കും കസിൻസിനും അമ്മയ്ക്കും അങ്ങനെ വീട്ടിൽ നിൽക്കുന്ന ആൾക്കാർക്കും ഒക്കെ അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അങ്ങ് തീർക്കും. നമുക്ക് എത്ര കൊടുക്കാൻ സാധിക്കും. പച്ചക്കറികൾ കൊണ്ട് നിറയുന്ന ഒരു സമയം വരെ ഉണ്ടായിട്ടുണ്ട്.
ഓണത്തിൻ്റെ സമയത്ത് ഞാൻ ജയിൽ DGP ആയിരുന്ന സമയത്ത് വീട്ടിൽ ഞെട്ടിപ്പോവും. വന്ന് കയറുമ്പോൾ അവിടുന്ന് നെട്ടുകാലത്തേരി ജയിലിൽ നിന്ന് കുറേ പച്ചക്കറി, സെൻട്രൽ ജയിലിൽ നിന്ന് വേറെ കുറേ പച്ചക്കറി, അവിടെയൊക്കെ പച്ചക്കറി ഫാം ഉണ്ടല്ലോ, അപ്പോൾ അവർ വിളവെടുക്കുന്നതെല്ലാം ആ സമയത്താണ്. ഇപ്പോൾ ജില്ലാ ജയിലിൽ നിന്ന് അങ്ങനെ പാക്കറ്റ് കണക്കിന് പച്ചക്കറികൾ. അപ്പോൾ ഓണത്തിൻ്റെ സമയത്ത് എനിക്ക് പച്ചക്കറികളെല്ലാം വീട്ടുകാർ അയൽക്കാർക്കും ഒക്കെ ഇങ്ങനെ വിതരണം ചെയ്യുന്ന ഒരു നല്ല രസകരമായിട്ടുള്ള അനുഭവവുമുണ്ട്. പക്ഷേ പൊതുവേ ഓണത്തിന് കുറച്ചൊരു സമ്മർദ്ദം നമുക്കുണ്ടാവും. ഓഫീസേഴ്സിനെ കൊണ്ട് നല്ല രീതിയിൽ ജോലി ചെയ്യിക്കണം, അപകടമൊന്നും ഉണ്ടാവാതെ നോക്കണം, എല്ലാവരും സന്തോഷവും സമാധാനമായിട്ടിരിക്കണം. എറണാകുളത്തൊക്കെ ആണെങ്കിൽ പൂണിത്തറയിലെ ഓണച്ചമയം, അത്തച്ചമയം എന്നൊക്കെ പറഞ്ഞ് ഘോഷയാത്രകളൊക്കെ ഉണ്ടാവാറുണ്ട്. തിരുവനന്തപുരത്ത് ഇവിടെ ഓണത്തിൻ്റെ വലിയ ആഘോഷമുണ്ട്. എല്ലായിടത്തും അതിൻ്റേതായിട്ടുള്ള ഓണത്തിൻ്റെ ഫങ്ഷൻസ് ഉണ്ട്. ചിലപ്പോൾ ആന എഴുന്നള്ളിച്ചുകൊണ്ട് വരും. ഒരാവശ്യവും ഇല്ലാത്ത കാര്യമാണ്. ഓണം ആനയുമായിട്ട് എന്താ ബന്ധം? പൂച്ചയ്ക്ക് പൊന്നൊരുക്കുന്നിടത്ത് എന്ത് കാര്യം? ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം എന്നൊക്കെയുള്ള പഴയ ചൊല്ലുകളില്ലേ, അതുപോലെയാണ് ഓണത്തിൻ്റെ ആഘോഷം എന്ന് പറയുമ്പോൾ ഒരു ആനയും കൂടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതോടെ തീരും. കാരണം ആന എപ്പോഴാണ് വരുന്നത്? നല്ല ചൂടായിരിക്കുമല്ലോ. അപ്പോൾ എല്ലാവർക്കും ആന കയറി പിടിക്കാനും തൊടാനും വലിക്കാനും ഒക്കെ ഇഷ്ടമാണ്. ഉപദ്രവിക്കും ചിലർ. അങ്ങനെ ആന എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ഒരു അപകടമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ പോലീസിൻ്റെ സാന്നിധ്യം നന്നായിട്ട് ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മളെല്ലാം സൂക്ഷിച്ച് ആൾക്കാർക്ക് ആ പ്രയാസവും വരാതെ നോക്കേണ്ട ഒരു അവസ്ഥയാണ്. എല്ലാ ആഘോഷങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. ഏത് ദീപാവലി വന്നു കഴിഞ്ഞാലും അമ്പലങ്ങളിലെ ഉത്സവങ്ങൾ, പള്ളിയിലെ ഉത്സവങ്ങൾ, അങ്ങനെ എന്ത് വന്നാലും നമ്മൾ സൂക്ഷിച്ച് ഒരുപാട് പോലീസുകാരെ വിന്യസിക്കുകയും അവരുടെ കൂടെ നിൽക്കുകയും അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുകയും എപ്പോഴും വയർലെസ് സെറ്റിൽ ഇങ്ങനെ ശ്രദ്ധ അർപ്പിച്ചിരിക്കേണ്ട ഒരു സാഹചര്യമൊക്കെയാണ് ഉണ്ടാകുന്നത്. ഞാൻ ജോലി ചെയ്തിരുന്ന വർഷങ്ങളിൽ ഓണം അങ്ങനെ ആഘോഷിക്കാനായിട്ട് പറ്റിയിട്ടില്ല. വളരെ അപൂർവമായിട്ട് CBIയിൽ ജോലി ചെയ്തപ്പോഴോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റുകളിൽ ഇരുന്നപ്പോഴോ, വിജിലൻസിൽ, ക്രൈം ബ്രാഞ്ചിലൊക്കെ ലോ ആൻഡ് ഓർഡർ അല്ലാത്ത പോസ്റ്റിൽ ഇരുന്നപ്പോഴൊക്കെ ചില സമയങ്ങളിൽ ഹസ്ബൻഡിനും എനിക്കും കൂടെ ഒരുമിച്ച് അവധിയൊക്കെ കിട്ടുവാണെങ്കിൽ ഞങ്ങൾ പോവും. ഞങ്ങൾ യാത്രയൊക്കെ ചെയ്ത് എവിടെയെങ്കിലും പോയി അവിടെ വെച്ചിട്ട് ഏതെങ്കിലും ഹോട്ടലിൽ കയറി സദ്യ ഊണും, അല്ലെങ്കിൽ തിരിച്ചിവിടെയാണെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ പോയി, തറവാട് വീട്ടിലൊന്നും ഇപ്പോൾ അങ്ങനെ ചെയ്യാറില്ല, പക്ഷേ എവിടെയെങ്കിലും വാങ്ങി കഴിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഓണത്തിൻ്റെ അന്ന് തന്നെ ഒരു സദ്യ ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഉണ്ടാകും. അങ്ങനെയായിരുന്നു. ഓണത്തോടനുബന്ധിച്ചായിരിക്കും എൻ്റെ ഭർത്താവിനും ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടുന്നത്. അദ്ദേഹത്തിന് ഇങ്ങനെ കാശ് വാങ്ങിക്കുന്ന സ്വഭാവമൊന്നും ഇല്ലല്ലോ. സർക്കാർ ഡോക്ടർ ആയതുകൊണ്ട് ആശുപത്രി പോവും, വളരെ ആത്മാർത്ഥമായിട്ട് ഓപ്പറേഷനൊക്കെ ചെയ്യും, ഒരുപാട് കുട്ടികളെ രക്ഷിക്കും. അപ്പോൾ അവിടെ അച്ഛനമ്മമാർ പൈസയൊക്കെ വെച്ച് നീട്ടുമെങ്കിലും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവരെ പറഞ്ഞു വിടാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഓണമൊക്കെ വരുമ്പോഴായിരിക്കും അവർ എൻ്റെ മോനെ രക്ഷിച്ചതല്ലേ, എൻ്റെ മോളുടെ ജീവൻ കാത്തതല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ കുറേ ഗിഫ്റ്റായിട്ടൊക്കെ വരും. കശുവണ്ടി പാക്കറ്റുകളും ചിലപ്പോൾ ഉപ്പേരിയും ചിലപ്പോൾ പേന ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് അത് വലിയ ദേഷ്യമാണ്, വാങ്ങിക്കില്ല, പോകുന്നു ഞാൻ അവരെ പറഞ്ഞു വിടും. അപ്പോൾ അവർ വളരെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയും സാരയിലേക്ക് കൊണ്ടുവന്നിരുമെന്ന്. ഞാനത് വാങ്ങി വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഓണം എന്ന് പറയുന്നത് ശരിക്കും ആ സമയത്ത് വളരെയധികം ഉപഹാരങ്ങളുടെ ഒരു സമയമായിരുന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. വലിയ വിലപിടിപ്പുള്ളതൊന്നുമല്ല, പക്ഷേ ചെറിയ ചെറിയ ഇതുപോലെയുള്ള ഉപഹാരങ്ങൾ നമുക്കതുകൊണ്ട് സന്തോഷമാണ്. വാങ്ങിക്കുമ്പോൾ അവർക്കും സന്തോഷം, നമുക്ക് കിട്ടുമ്പോൾ നമുക്കും സന്തോഷം, നമുക്കത് ആവശ്യക്കാർക്ക് വിതരണം ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അതിലൂടെ നമുക്ക് വീണ്ടും സന്തോഷം. അപ്പോൾ അങ്ങനെയുള്ള സന്തോഷത്തിൻ്റെ നാളായിരുന്നു ഓണം. ജോലി തിരക്കും സമ്മർദ്ദവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും എന്നെ കുട്ടിക്കാലത്ത് മുതൽ ചിന്തിപ്പിച്ചിരുന്ന കുറേ സംശയങ്ങളുണ്ട് ഓണത്തെക്കുറിച്ച്. നമ്മുടെ ചരിത്രവും പുരാണവും ഇതിഹാസവും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ മഹാബലിയെക്കുറിച്ച് വളരെ ചെറിയ പരാമർശങ്ങളേ ഉള്ളൂ. നാരായണീയത്തിൽ കുറച്ച് പറയുന്നുണ്ട്, ഉപനിഷത്തിൽ എന്തോ പറയുന്നുണ്ട്, മഹാഭാരതത്തിലെ ഒരു റെഫറൻസ് ഉണ്ട്. മഹാഭാരതത്തിലെ റെഫറൻസ് എന്ന് പറയുന്നത് വിഷ്ണുവിൻ്റെ അവതാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നതാണ്. കൂടാതെ യുധിഷ്ഠിരൻ രാജാവായ ശേഷം, യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് രാജാവായ ശേഷം ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനെ കൊണ്ട് മഹാബലിയെ കാണിക്കാൻ കൊണ്ടുപോകുന്നുണ്ട് പാതാളത്ത്. അപ്പോൾ പാതാളം എന്ന് പറയുന്നത് നമ്മളൊക്കെ വിചാരിക്കുന്ന പോലെ നരകമല്ല, വളരെ നല്ലൊരു സ്ഥലമാണ്. അതായത് പല തലങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ 7 തലങ്ങളായിട്ട് നിൽക്കുന്ന ഒരു ഭൂമിയുടെ ഒരു തലമാണ് പാതാളം. സ്വർഗരാജ്യത്തിന് തൊട്ട് താഴെ നിൽക്കുന്ന പാതാളത്ത് വളരെയധികം സൗകര്യങ്ങളോടുകൂടി സുഖസമൃദ്ധിയിലോടുകൂടി വിരാജിക്കുകയാണ് മഹാബലി. അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു വിഷ്ണു മഹാബലിക്ക് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അവിടെ ഭരിക്കുകയാണ് മഹാബലി, ഭൂമിയിൽ അല്ലെങ്കിൽ പോലും. യുധിഷ്ഠിരൻ ചെല്ലുമ്പോൾ ഉപദേശങ്ങൾ ചോദിക്കുമ്പോൾ മഹാബലി പറയുന്നുണ്ടത്രേ, നീ ഭരിക്കുന്ന രാജ്യത്ത് വിശപ്പുള്ള ഏതെങ്കിലും ഒരാളെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നീ നല്ലൊരു രാജാവ് ആകില്ല. എല്ലാവരുടെയും വിശപ്പകറ്റുക എന്നതാണ് ഏറ്റവും വലിയ രാജധർമ്മം എന്ന് പറഞ്ഞതായിട്ട് ഒരു ചെറിയ വിവരണം മഹാഭാരതത്തിൽ കണ്ടിട്ടുണ്ട്. നാരായണീയത്തിൽ വിഷ്ണുദേവൻ്റെ അവതാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ 10 അവതാരമാണ് വിഷ്ണു എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത്. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം കഴിഞ്ഞിട്ട് വാമനൻ. ഇത് പലപ്പോഴും നമ്മൾ ഇവല്യൂഷൻ തിയറിയുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്. എനിക്കൊന്ന് ഡാർവിൻ ഇതൊക്കെ പഠിച്ചിട്ടാണ് ഇവല്യൂഷൻ തിയറി ഉണ്ടാക്കിയെടുത്തത് എന്ന്. വെള്ളത്തിൽ ജീവിക്കുന്ന മത്സ്യം, കൂർമ്മം എന്ന് പറയുന്ന ആമ വെള്ളത്തിലും കരയിലും, വരാഹം എന്ന് പറയുന്ന ഒരു പന്നി, നരസിംഹം എന്ന് പറയുന്നത് പകുതി മനുഷ്യനും പകുതി മൃഗവുമായിട്ടുള്ള ആ ഒരു പരിണാമത്തിൻ്റെ ഇടയ്ക്കുള്ള ഒരു സമയം. അത് കഴിഞ്ഞിട്ട് വാമനൻ എന്ന് പറയുന്ന കുറുകിയ കുള്ളനായിട്ടുള്ളൊരു മനുഷ്യൻ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പൂർണ്ണമായിട്ടുള്ള ഒരു മനുഷ്യ രൂപം വരുന്നത് പരശുരാമനായിട്ട്.
പക്ഷെ നമ്മുടെ കേരളം പരശുരാമൻ മഴുവെറിഞ്ഞ് ഉണ്ടാക്കിയതാണ് എന്ന് ഒരു കഥയിൽ പറയുന്നുണ്ട്. അപ്പോൾ കേരളം അതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു സങ്കല്പത്തിൽ വാമനൻ കഴിഞ്ഞിട്ടുണ്ട് അവതാരമാണ്. അപ്പോൾ വാമനൻ്റെ അവതാര സമയത്ത് എങ്ങനെ മഹാബലി കേരളം ഭരിക്കും? മഹാബലിക്ക് ഭരിക്കാനായിട്ട് കേരളം എന്നൊരു സ്ഥലമേ ഇല്ലല്ലോ എന്നുള്ളൊരു സംശയം കുട്ടിക്കാലത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്. പരശുരാമൻ എന്ന് പറയുന്നത് ചിരഞ്ജീവിയാണ്, അത് അവതാരവുമായിട്ട് ബന്ധമില്ല, എപ്പോഴും ഉള്ളതാണെന്നൊക്കെയുള്ള മട്ടിൽ പറയും. പക്ഷേ വാമനൻ്റെ അവതാര ഉദ്ദേശം തന്നെ വളരെ സംശയമാണ്. കാരണം സാധാരണ ദൈവം അവതാരമായിട്ട് എടുത്ത് വരുന്നത് ദുഷ്ടനിഗ്രഹത്തിനാണെന്നാണ് പറയുന്നത്, ദുഷ്ടന്മാരെ കൊല്ലാൻ. മഹാബലി പക്ഷേ ദുഷ്ടനല്ല. മഹാബലി വളരെ നല്ലൊരു രാജാവാണ്. നല്ല രീതിയിൽ കള്ളമില്ല, ചതിയില്ല, എള്ളോളമില്ല, പൊളിവചനം, കളപ്പറയില്ല, ചെറുനാഴി. നമുക്കറിയാമല്ലോ ആ പാട്ട്. വളരെ സ്നേഹത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും സഹോദര്യത്തോടു കൂടിയും ജീവിക്കുന്ന ഒരു നല്ല നാട്ടിലെ ആൾക്കാരെ സംരക്ഷിക്കുന്ന നല്ല രാജാവ്. അപ്പോൾ ആ രാജാവ് അസുരനായി എന്നുള്ളൊരു കുറ്റം കൊണ്ട് മാത്രം എന്തിനാണ് നല്ലൊരു രാജാവിനെ കൊല്ലാനായിട്ട് വിഷ്ണു സമ്മതിക്കുന്നത്? ആര് പോയി പറഞ്ഞാലും. വിഷ്ണു ഭക്തനാണ് മഹാബലി എന്നാണ് പറയുന്നത്. തൻ്റെ അപ്പൂപ്പൻ പ്രഹ്ലാദൻ്റെ കഥ വേറൊരു കഥയാണ്, അപ്പൂപ്പനാണ് മഹാബലിയുടെ. പ്രഹ്ലാദനെ പോലെ തന്നെ മഹാബലിയും വിഷ്ണു ഭക്തനായിരുന്നുവെന്നും വാമന അവതാരമെടുത്ത വിഷ്ണു വന്നിട്ട് ഒരു അസുരനായതുകൊണ്ട് നീ ഇനിയും അങ്ങോട്ട് പൊങ്ങണ്ട, നീ താന്നിരുന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് വാമനൻ ഒരു ബ്രാഹ്മണനായിട്ട്, അന്നത്തെ ബ്രാഹ്മണൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഈ ബ്രാഹ്മണ്യം എന്ന് പറയുന്ന ചതുർവർണ്ണങ്ങൾ ഉണ്ടായിരുന്ന സമയമാണോ അല്ലയോ എന്നറിയില്ല, എന്തായാലും ഒരു സ്വാമിയായിട്ട് കൊച്ചു പയ്യൻ ഒരു കുടയൊക്കെ പിടിച്ച് അയാൾ വരുമ്പോൾ ഇരുത്തി സ്വീകരിച്ച എല്ലാ സ്വാമിമാർക്കും ദാനം കൊടുക്കുന്നതോടൊപ്പം ഈ വാമനനോട് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത് മോനെ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് 3 അടി മണ്ണ് വേണം, എനിക്ക് 3 കാൽ ചവിട്ട് ഉള്ള മണ്ണ് വേണം, എനിക്കൊന്ന് കിടക്കാനായിട്ട്, ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ടെന്ന് പറഞ്ഞപ്പോൾ ഈ കൊച്ചു കുഞ്ഞിൻ്റെ കാലിൻ്റെ 3 അടിയല്ലേ എടുത്തോട്ടെ എന്ന് പറഞ്ഞ് കൊടുത്തപ്പോൾ അവൻ ത്രിവിക്രമൻ എന്നുള്ള വലിയ ഒരു രൂപത്തിലേക്ക് വളർന്നു വരികയും ഒരു കാല് കൊണ്ട് സ്വർഗലോകം അളന്ന് തീർക്കുകയും മറ്റു കാല് കൊണ്ട് ഭൂലോകം അളന്ന് തീർക്കുകയും 3ാമത് അളക്കാനായിട്ട് എനിക്കിനിയും സ്ഥലമില്ല എന്ന് പറഞ്ഞപ്പോൾ മഹാബലി എൻ്റെ തലയെ ചവിട്ടിക്കൊള്ളൂ എന്ന് പറഞ്ഞ് കുനിഞ്ഞിരുന്നപ്പോൾ ചവിട്ടി താഴ്ത്തി എന്നൊക്കെയാണ് കഥ പറയുന്നത്. ആ സമയത്ത് ഭൂലോകത്തും സ്വർഗ്ഗലോകത്തും അല്ലായിരുന്നോ മഹാബലി? അപ്പോൾ ഭൂലോകവും സ്വർഗ്ഗലോകവും 2 കാല് വെച്ചെടുക്കുമ്പോൾ എവിടെയെങ്കിലും ആയിരുന്നെങ്കിലും മഹാബലി അതിനകത്ത് പെടില്ലേ, പിന്നെ വീണ്ടും എന്തിനാണ് തല വെച്ച് കൊടുക്കുന്നതെന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് പണ്ട്. പക്ഷെ അല്ലായിരുന്നു എന്നുള്ള ഒരർത്ഥത്തിലായിരിക്കും, അതോ അത് കഥയായിട്ട് പറയുന്നതാണോ എന്നറിയില്ല. എന്തായാലും മഹാബലിയെ വാമനൻ ചവിട്ടി താഴ്ത്തി പാതാളം എന്ന് പറയുന്ന പ്രതലത്തിലേക്ക് കൊണ്ടുപോയി നല്ല രീതിയിലുള്ള വാസസ്ഥലമൊക്കെ ഒരുക്കി കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ദേവന്മാർക്ക് എന്തിൻ്റെ കുഴപ്പമാണ്? ഒരു ദേവന്മാരും ദേവേന്ദ്രനും കൂടെ എന്തിനാണ് വിഷ്ണുവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് അവതാരം എടുത്ത് വരണം എന്ന് പറഞ്ഞ കാരണം? ഇതൊക്കെ ഞാൻ പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള സംശയങ്ങളാണ്. എൻ്റെ മുതിർന്നവരോടും അച്ഛനമ്മമാരോടും വീട്ടിലുള്ള പലരോടും ടീച്ചർമാരോടും ഒക്കെ ഞാൻ പലപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ശരിയാണോ, എന്താണ്? എനിക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള വലിയൊരു ആകാംക്ഷ കുട്ടിക്കാലത്തുണ്ടായിരുന്നു. പലപ്പോഴും നല്ല പിച്ചും നുള്ളുമൊക്കെ കിട്ടിയിട്ടുണ്ട്, അടിച്ചിരുത്തിയിട്ടുണ്ട്, മിണ്ടാതിരുന്നോണം അവിടെ, ആവശ്യമില്ലാത്ത ഓരോ ചോദ്യം ചോദിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മുതിർന്നവർ പറയാം അങ്ങനെയാണ്, അതങ്ങ് വിശ്വസിച്ചാൽ മതി. ഞങ്ങൾ പറഞ്ഞാൽ അതങ്ങനെയാണ്, അങ്ങനെ കാലാകാലങ്ങളായിട്ട് എല്ലാവരും പറയുന്നത് ഇതാണ്. അപ്പോൾ ഇങ്ങനെ തന്നെയാണ്, വേറെ ചോദ്യമൊന്നും ചോദിക്കേണ്ട, കഥയെ ചോദ്യമില്ല എന്നുള്ള മട്ടിൽ അങ്ങ് എടുത്തു. പക്ഷേ ഈ ചോദ്യങ്ങൾ എന്നെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരുന്നു. ഓരോ ഓണമാകുമ്പോഴും ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് ഇതേക്കുറിച്ച്. റിട്ടയർമെൻറ്റിന് ശേഷം ഞാൻ എഴുതാൻ തുടങ്ങിയ എൻ്റെ ഒരു നോവൽ മഹാബലിയെക്കുറിച്ചാണ്. നോവൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കഥയാണ്. എൻ്റെ ആശയത്തിൽ ഇതെന്താണ് ശരിക്കും ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ എഴുതുന്നത്. 2021 അവസാനമാകുമ്പോഴേക്കും അല്ലെങ്കിൽ 2022 ഓഗസ്റ്റ് ആകുമ്പോഴേക്കും തീർക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു പുസ്തകമാണ്. ഇതുവരെ തീർന്നിട്ടില്ല. പുസ്തക രചന എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു അന്തരീക്ഷം വേണം. നമ്മുടെ ചുറ്റുപാടുമല്ല, നമ്മുടെ മനസ്സിനും തന്നെ ഒരു അന്തരീക്ഷം വേണം. ഒരു പ്രത്യേക മാനസിക അവസ്ഥയിൽ, ഒരു ലഹരിയിൽ, ഒരു പ്രത്യേക ഒരു ചിന്താ വ്യൂഹത്തിൽ പെട്ടൊക്കെ ഇരിക്കുമ്പോഴാണ് നമുക്ക് എഴുത്ത് വരിക. ഒരു ആവേശം വേണം. നമ്മളെ കൊണ്ട് നമ്മുടെ അകത്തിരുന്നുകൊണ്ട് ഒരു എഴുത്തുഭൂതം പറയുന്നത്, നമ്മൾ എഴുതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ വരണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇരുന്നങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പം ബലിപഥം എന്ന് പറയുന്ന എൻ്റെ ഈ നോവൽ 3/4 ഭാഗത്തോളം പൂർത്തിയായി. ബാക്കിയെല്ലാം എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. പക്ഷേ ഇരുന്നങ്ങോട്ട് എഴുതി പൂർത്തിയാക്കാനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല. അതിലെനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഫുൾ ടൈം ചിലവാക്കുവാണ്. എൻ്റെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞിപ്പോൾ എനിക്ക് വലിയ ഹരമാണ്. എല്ലാ ആഴ്ചയിലും ഒരു 5-6 ദിവസം ഇതിൻ്റെ പുറകെയാണ്. എല്ലാ ആഴ്ചയിലും അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ മുടങ്ങാതെ ഓരോ വീഡിയോസ് വെച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് സമയം മെനക്കെടുത്താറുണ്ട്. അതെനിക്കൊരു വലിയ സന്തോഷമുള്ള ഒരു കാര്യമായതുകൊണ്ടും പിന്നെ മറ്റ് പല ജോലികളുണ്ടല്ലോ, പല സ്ഥലത്ത് പോകണം, പല മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ഓൺലൈനായിട്ടും അല്ലാതെയും ഒക്കെ പല ഫങ്ഷൻസിന് പോകുന്നുണ്ട്, ചടങ്ങുകളുണ്ടാവും, വീട്ടിലെ ചില ജോലികളുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിലൂടെ എഴുതാൻ സമയം കിട്ടില്ലെങ്കിൽ ഈ പുസ്തകം താമസിയാതെ ഞാൻ പുറത്തിറക്കും.
തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കാം. സപ്പോർട്ട് ചെയ്യണം. കാരണം ഈ യൂട്യൂബിലൂടെ എനിക്ക് കിട്ടുന്ന സപ്പോർട്ടെന്ന് പറയുന്നത് ഭയങ്കരമാണ് കേട്ടോ. നിങ്ങളെല്ലാവരും എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ വലിയ 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 നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ബാക്കി എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ചോദ്യങ്ങളും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് ഓണം എന്ന് പറയുന്നത് എന്തായാലും നമ്മൾ ആഘോഷിച്ചേ മതിയാവും. നമ്മൾ നൂറ്റാണ്ടുകളായിട്ട് ആഘോഷിക്കുന്നതാണ്, ഇനിയും ആഘോഷിക്കണം. കാരണം അതിൻ്റെ ഉള്ളിലുള്ളൊരർത്ഥം എന്ന് പറയുന്നത് വലുതാണ്. നമ്മൾ ഒരു പ്രതീക്ഷയുടെ ഒരു പുൽനാമ്പ് മുളച്ച് വന്നൊരു വലിയ കാര്യമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു സമയമാണ്. സമ്പൽ സമൃദ്ധി, ഐശ്വര്യം, സന്തോഷം, സ്നേഹം, സാഹോദര്യം, ഒരുപാട് നന്മ, ഇതൊക്കെ നിറഞ്ഞ ഒരു നല്ല ഓണം നമുക്ക് ആഘോഷിക്കാം. എല്ലാവർക്കും വീണ്ടും 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 എൻ്റെ ഹാപ്പി ഓണം. സസ്നേഹം, ശ്രീലേഖ.